ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഓണം എക്സാമിൻ്റെ ബേസിക് സയൻസ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1ലേക്ക് കിടക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഐഡൻറ്റിഫൈ നെയിംസ് ഓഫ് ഓർഗാനിസംസ് എന്ന് കൊടുത്താൽ ഇതിന് തന്നെ പേരെഴുതാനാണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് എക്സ്പെരിമെൻറ്റിനെ എങ്ങനെ കാണാൻ പറ്റുന്നുള്ള എക്സ്പെരിമെൻ്റാണ്. പിന്നെ ഈ ഓപ്ഷൻസിൽ ഈ ബോക്സിലോട്ട് എഴുതാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നോക്കാം. ആക്ടിവിറ്റി 1ൽ എയുടെ ആൻസർ പാരമീസിയം യൂക്ലീന, ബിയുടെ ആൻസർ കളക്ട് വാട്ടർ ഇൻ വിച്ച് ഹേ ഹാസ് ഡിക്കേഡ് ഫ്രം ഹാർവെസ്റ്റഡ് ഫീൽഡ്സ്. സെക്കൻഡ് പോയിന്റ്, collect the remaining water from canals, pond and etc. which have started drying up. Third point, take a handful of hay, cut it into pieces and boil it in water. Drain the water and cool it. Mix this water with a spoonful of water collected from a stagnated water bed. Observe it after 3 days. ഇതാണ് ഇതിൻ്റെ ആൻസർ. ബിൻ്റെ ആൻസർ ഇതാണ്. ഈ സി പാർട്ടിൽ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആനിമൽ സെൽ, ബി ക്ലോറോഫിൽ ഈസ് പ്രസൻറ്റ്, സി സെൽ വാൾ ഈസ് നോട്ട് പ്രസൻറ്റ്, ഡി ബിഗ് വാക്യൂൾ ഈസ് സി. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. ആക്ടിവിറ്റി 2 ഇതിൻ്റെ പാർട്സൊക്കെ മാർക്ക് ചെയ്യാണ്. 1, 2, 3, 4 ഈ പാർട്സ് നമ്മൾ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ബി എന്ന് പറയുന്നത് ഒരു ഫ്ലവറിൻ്റെ ഓരോ പാർട്സിനും അത് ഒരു ഫ്രൂട്ട് ആകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. ഈ പാർട്സിനൊക്കെ എന്തൊക്കെ മാറ്റം സംഭവിക്കുന്നതാണ്. പിന്നെ ഇത് മെയിൽ റിപ്രൊഡക്റ്റീവിനും ഫീമെയിൽ റിപ്രൊഡക്റ്റീവിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ രണ്ട് എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നോക്കാം. അപ്പോൾ ആക്ടിവിറ്റി 2ൽ എൻ്റെ ഒന്നാമത്തെ ആൻസർ സ്റ്റിഗ്മ, 2 സ്റ്റൈല്, 3 ആന്തർ, 4 ഓവറി. ബി പാർട്ട് പെഡീസൽ ബിക്കം ഹാർഡ്, കൊറോള ഫോൾസ് ഡൗൺ, ഒവ്യൂള് സീഡാകും, ഓവറി ഫ്രൂട്ടാകും. അതിൻ്റെ സി യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ പറ്റിയാണ് എഴുതുന്നതെങ്കിൽ പംകിൻ, കുക്കുംബർ എഴുതും. പിന്നെ നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 3ൽ ഇതാ 2 ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. ജാക്ക് ഫ്രൂട്ടും കൊടുത്തിട്ടുണ്ട്, കസ്റ്റർഡ് ആപ്പിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏത് ഫ്രൂട്ടാണ് സിംഗിൾ ഫ്രൂട്ടായിട്ട് ഗ്രോ ചെയ്യുന്നതെന്നും പിന്നെ ഇവിടെ ഓപ്ഷൻസിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനുണ്ട്. ഈ ഓപ്ഷൻസിൻ്റെ ആൻസർ ഇവിടെ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം 1 and 2 ആണ് കറക്റ്റ്. 1 and 2 എന്ന് പറയുമ്പോൾ ബിറ്റാണ്. 2 ആൻസർ എന്തെങ്കിലും കറക്റ്റാണെന്ന് നമുക്കറിയാം. പിന്നെ ഇവിടെ നമ്മൾ തരം തിരിച്ച് ഓരോ ഗ്രൂപ്പ്സ് ആക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആ ഗ്രൂപ്പ്സിൻ്റെ പേര് എഴുതണം. ഇതിൻ്റെയൊക്കെ ആൻസർ നോക്കാം. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ എ പാർട്ടിൻ്റെ ആൻസർ കസ്റ്റാർഡ് ആപ്പിൾ, ബി പാർട്ടിൻ്റെ ആൻസർ 2 and 4 ആർ കറക്റ്റ്. സി പാർട്ടിൻ്റെ ആൻസർ സിമ്പിൾ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് ഗ്രേപ്സും മാംഗോയും, ഫോൾസ് ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് പിയർ, ആപ്പിള്, പോളിയാന്തിയ കസ്റ്റാർഡ് ആപ്പിളും ഏതിലാണ് വരുന്നത് ആഗ്രിഗേറ്റ് ഫ്രൂട്ട്സ്. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇതാ ഒരു പിക്ചർ കൊടുക്കുന്നത് മൊബൈൽ ചാർജ് ചെയ്യുന്നതിൻ്റെ പിക്ചറാണ്. ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്തൊക്കെ ചേഞ്ചാണ് എനർജിയിൽ സംഭവിക്കുന്നതെന്നാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബി പാർട്ട് ഇതാ ഇലക്ട്രിക് ചേഞ്ച് സംഭവിക്കുമ്പോൾ ഹീറ്റ് എനർജി സംഭവിക്കുന്ന ഒരു കുക്കർ, ഇലക്ട്രിക് കുക്കറിൽ ഹീറ്റ് എനർജി ഉണ്ടാകും. ഇലക്ട്രിക് എനർജി ചേഞ്ചായി ഹീറ്റ് എനർജി ഒരു കുക്കറിൽ ഹീറ്റ് എനർജി ആവും. അപ്പം റൈറ്റ് 2 ലൈഫ് സിറ്റുവേഷൻസ് ഇൻ സിമിലർ ഇതിൻ്റെ 2 സിറ്റുവേഷൻസ് ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് ചേഞ്ച് ആകുന്ന 2 സിറ്റുവേഷൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓരോ കോളത്തിൽ ഏതാ വരുന്നതെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ അതിൽ എ പാർട്ടിൻ്റെ ആൻസർ ഇലക്ട്രിക്കൽ എനർജി ചേഞ്ചസ് ടു കെമിക്കൽ എനർജി, പിന്നെ അത് ഇലക്ട്രിക്കൽ എനർജിയാണ് സംഭവിക്കുന്നത്. പിന്നെ ബി പാർട്ട് അയൺ ബോക്സ് എക്സാമ്പിൾസാണ് അയൺ ബോക്സ്, മിക്സർ ഗ്രൈൻഡർ. പിന്നെ എ യൂസ്,
പിന്നെ ഇവിടെ ലൈറ്റ് എനർജി, പിന്നെ ഇലക്ട്രിക്കൽ എനർജി നോട്ട് യൂസ്ഡ്. നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ല, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇത് ഒബ്സർവ് ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ പാർട്സ് ഇവിടെ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. പിന്നെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, റോങ് ആയിട്ട് കിടക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കറക്റ്റ് ആക്കണം. പിന്നെ വിച്ച് ഈസ് പാർട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്, വിച്ച് ഈസ് എ സെൻട്രൽ പാർട്ട് ഏത് സെൻട്രൽ പാർട്ടാണ് സെല്ലിൻ്റെ എല്ലാ ആക്ടിവിറ്റിയും കൺട്രോൾ ചെയ്യുന്നത്, നടുക്കിരിക്കുന്ന ഏത് പാർട്ടാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് നോക്കാം. അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എയിൽ 1 സെൽ വാൾ, 2 സെൽ മെമ്മറി, 3 ന്യൂക്ലിയസ്, 4 സൈറ്റോപ്ലാസം. ബി ക്വസ്റ്റ്യനിൽ ഒന്നാമത്തത് ദ പാർട്സ് ഓഫ് ആനിമൽ ബോഡി ആർ മെയ്ഡ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് സെൽസ് എന്നാണ്. പിന്നെ 3 ക്ലോറോഫിൽ ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ പ്ലാന്റ് സെല്ല്. പിന്നെ നാലാമത്തെയാണ് വരുന്നത് പാർട്സ് ഓഫ് എ പ്ലാന്റ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെയിം കൈൻഡ് ഓഫ് സെൽസ്. ഇനി സി പാർട്ടിൽ ഇവിടെ രണ്ടാമത്തേൽ കറക്റ്റാണ് ഉണ്ടായിരുന്നത്, നമ്പർ ഓഫ് സെൽസ് ആണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ the difference in size of organisms is due to the difference in the size of cells അല്ല, number of cells ആണ്. ഇനി ആക്ടിവിറ്റി 6 നോക്കാം. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റിൽ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമ്മൾ എഴുതണം. പിന്നെ ബി പാർട്ട് ഈ സ്ഥലം വിട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ എഴുതാനാണ്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മെറ്റീരിയൽസ് നീഡഡ്, ഐസും വേണം, ഐസ്ക്രീം ബോളും വേണം. പിന്നെ പ്രൊസീജിയർ എടുക്കേണ്ടത്, പ്ലേസ് ദ ഐസ് ക്യൂബ് ഇൻ ദ റൂം ടെമ്പറേച്ചർ, ഒബ്സർവ് ദ ഐസ് മെൽറ്റിംഗ് ഇൻ ടു വാട്ടർ ആസ് ഇറ്റ് അബ്സോർബ് ഹീറ്റ് ഫ്രം ഇറ്റ് സറൗണ്ടിങ്. ഇനി അതിൻ്റെ ബി പാർട്ട് എ ഐസ് ക്യൂബ്, പിന്നെ ബി അബ്സോർബ് ഹീറ്റ്, സി സ്റ്റീം, ഡി റിലീസസ് ഹീറ്റ്. നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ട് പോളിനേഷൻ വീറ്റ് പ്ലാന്റ് ഈ വിൻഡിൽ കൂടെ പറക്കുന്നതിൻ്റെ 2 പെക്യുലാരിറ്റീസ് എഴുതാനാണ്. പോളിനേഷൻ ടേക്ക് പ്ലേസ് എടുക്കുന്നതിൻ്റെ. പിന്നെ ഈ ഫ്ലവർ വരുന്നത് ശ്രദ്ധിക്കുക. വൈറ്റ് കളേർഡ് പാർട്ട് സീൻ ഇൻ മീ ഈസ് നോട്ട് മൈ ഫ്ലവർ. ഈ വൈറ്റ് കളർ കാണുന്നത് ഇതിൻ്റെ ഫ്ലവർ അല്ല, അപ്പോൾ ലീഫാണെന്ന് നമുക്കറിയാം. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈ സീൻ വൈറ്റ് കളർ, ഏത് ഭാഗമാണ് വൈറ്റ് കളറായിട്ട് കാണാൻ കഴിയുന്നത്. ഹൗ ഡസ് ദിസ് പാർട്ട് ഹെൽപ്പ് ഇൻ ദ പ്ലാന്റ്, ഈ പാർട്ട് എങ്ങനെയാണ് ഈ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ ആകണം. പിന്നെ സി പാർട്ട് നെയിം എ പ്ലാന്റ് ഇൻ വിച്ച് മോത്ത് ഹെൽപ്സ് ഇൻ ഇറ്റ്സ് പോളിനേഷൻ. അപ്പോൾ നമുക്ക് 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ കാണാം. 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ലൈറ്റ് വെയ്റ്റ് പോളൻ ഗ്രെയിൻ, നോൺ സ്റ്റിക്കി പോളൻ ഗ്രെയിൻ. ബി ലീഫ് ടു അട്രാക്ട് ദ പോളിനേഷൻ ഏജൻറ്റ്സ്, സി ജാസ്മിൻ. ഇനി 8th ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ ഇവിടെ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ 8th ക്വസ്റ്റ്യൻ്റെ ഇവിടെ കെമിക്കൽ എനർജി, ഫിസിക്കൽ എനർജി, കെമിക്കൽ എനർജി, കെമിക്കൽ എനർജി, ഫിസിക്കൽ എനർജി, ഫിസിക്കൽ എനർജി. അത് ഇങ്ങനെ എഴുതേണ്ടതാണ് കേട്ടോ. പിന്നെ കെമിക്കൽ എനർജി അതിൻ്റെയൊക്കെ 2 ഇതാണ്, 2 ഗ്രൂപ്പാക്കിയിട്ട് പെക്യുലാരിറ്റീസ് എഴുതാനാണ്. ഐ ചേഞ്ചസ് ടു ന്യൂ സബ്സ്റ്റൻസ് ഈസ് പെർമനൻറ്റ് ചേഞ്ച്. പിന്നെ ഫിസിക്കൽ നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ്, ചേഞ്ചസ് ഇൻ ഷേപ്സ്, സൈസ്, സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഒന്നുകൂടെ ആൻസേഴ്സ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം.
ഇതുവരെ ബൈ ബൈ.